ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കാപ്പിയുടെ കൂടെ ഇഡലിയുടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് കഴുകി ഇട്ട് കൊടുത്തു. 100 ഗ്രാമോളം ചെറിയുള്ളിയാണ് തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ സൈസിലുള്ള തക്കാളി ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊരു 2 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഉള്ളി ഇടുകയൊന്നും വേണ്ട, മുഴുവനോടെ ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇനി നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ ചെറിയുള്ളി തൊലി കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിടാം, അതല്ലെങ്കിൽ മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ഒരു 5 പച്ചമുളകും ഒരു വലിയ സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഇങ്ങനെ വെന്തുടഞ്ഞ് പോവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു 1-1.25 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. ഒരു 1.5-2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നത് വരെ തീ നന്നായിട്ട് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് സമയം ഞാനിതുപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുകൊണ്ടാണ് അടച്ച് ഒരു 7 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അല്പം പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ പുളിവെള്ളം എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആ കൂട്ടുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഗ്രേവി കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണോളം ശർക്കരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചപ്പോൾ 2-3 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തീ ഓഫാക്കി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒരു ഫ്ലേവറിനായിട്ട് ഒരു അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് തട്ടി കൊടുക്കുകയാണ്. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മല്ലിയില ഒഴിവാക്കിയത്. സാമ്പാറിന് മല്ലിയിലയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ. താങ്ക് യു.